ഛത്തീസ്ഗഡിലെ 3 ഗ്രാമങ്ങളിലുള്ള ക്രൈസ്തവരെ കൊല്ലുവാനും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആദേശ് സോണി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗോസംരക്ഷകനുമായ വ്യക്തിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി വൈറലാക്കപ്പെട്ടു. विश्रामपुर, जनकपुर, गणेशपुर ये तीनों गांव में 4500 की जनसंख्या है, जिसमें एक भी हिंदू, एक भी सनातनी नहीं है, केवल और केवल ईसाई भरे. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണ്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, ഇത് സംബന്ധിച്ച് എന്ത് നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്, വിശദമായി നമുക്ക് പരിശോധിക്കാം. റായ്പൂർ സ്വദേശിയായ ആദേശ് സോണി എന്ന ഇൻഫ്ലുവൻസർ, അദ്ദേഹം തീവ്രമായ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഗോ സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുകയും അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നിരവധി പേർ ജനക്കൂട്ട അക്രമങ്ങൾക്ക് വിധേയമായതും തല്ലിക്കൊല്ലപ്പെട്ടതുമൊക്കെ ആയിട്ടുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലും ഇരകളാക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവർ പാർക്കുന്ന ഛത്തീസ്ഗഡിലെ 3 ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത്. ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഭയമുളവാക്കുന്നതാണ്, വലിയ ഭീതിയിലേക്ക് ജനത്തെ തള്ളിവിടുന്നതാണ് ആ വീഡിയോയിലെ പരാമർശങ്ങൾ. ഇത്തരമൊരു വീഡിയോയ്ക്ക് വ്യാപകമായ പ്രചരണം ലഭിച്ചതോടുകൂടെ ആ മേഖലയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോകുന്നത്. ഞാൻ ഈ വീഡിയോ കണ്ട സമയം മുതൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിലെ എന്റെ സ്നേഹിതരായ പല ദേവദാസന്മാരെയും പാസ്റ്റേഴ്സിനെയും നേരിട്ട് വിളിക്കുകയും അവരുമായി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ബിഷ്റാംപൂർ, ഗണേഷ്പൂർ, ജനക്പൂർ ഈ 3 ഗ്രാമങ്ങളും ക്രിസ്തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. വളരെ കുറച്ച് ഹൈന്ദവർ മാത്രമാണ് ആ പ്രദേശത്ത് പാർക്കുന്നത്. ഈ സമീപകാലത്തൊന്നും ക്രിസ്ത്യാനികളായവരല്ല ആ പ്രദേശത്തുള്ള ജനങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവരായി മാറിയ വലിയൊരു ജനവിഭാഗമാണിത്. ആ പ്രദേശത്ത് നിരവധി സഭകളുണ്ട്. പ്രത്യേകിച്ച് CNI സഭാ വിശ്വാസികളാണ് ആ പ്രദേശങ്ങളിൽ കൂടുതലുള്ളത്. പെന്തക്കോസ്ത് സഭകൾക്കും ആ പ്രദേശങ്ങളിൽ സഭകളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ മേഖലയിലെ ക്രൈസ്തവരാരും ഈ സമീപകാലത്തൊന്നും വിശ്വാസികളായി വന്നവരല്ല. അവർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും അവരുടെ 2-3 തലമുറകളിൽ പെട്ടവരുമാണ് ആ ദേശത്ത് പാർക്കുന്നവർ. വളരെ നല്ല സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയുള്ള ക്രൈസ്തവ സമൂഹമാണ് അവിടെ ഉള്ളത് എന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ഗ്രാമങ്ങളിലുള്ള ഈ ക്രൈസ്തവ വിശ്വാസികൾ ദീർഘനാളുകളായി തന്നെ ഗോമാംസം ഭക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ് അവിടുത്തെ ഹൈന്ദവരുടെ ആരോപണം. ഇത് ഏകദേശം സത്യമായ കാര്യവുമാണ്. അവിടെ ബീഫ് കഴിക്കുന്ന ആളുകളാണ് ഈ പാർക്കുന്നത്. അത് സംബന്ധിച്ച് ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറെക്കുറെ സത്യമാണെന്ന് അവിടുത്തെ ക്രൈസ്തവ നേതൃത്വവും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ, ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത് പ്രയാഗ്രാജിലെ കുംഭമേളയുടെ അനന്തരഫലമായി സംഭവിച്ചതാണെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സ്വാമിയുടെ പരാമർശങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യവ്യാപകമായി പ്രചരിക്കപ്പെട്ട ഈ വീഡിയോയ്ക്ക് കേരളത്തിലും വ്യാപകമായ പ്രചാരമുണ്ടായി. ഇവിടുത്തെ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിൽ പലതും, പത്രങ്ങളിൽ പലതും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്തു. അത് റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ കൂട്ടത്തിൽ CPMന്റെ ഔദ്യോഗിക പത്രമായ ദേശാഭിമാനിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമവും ഉണ്ട്. മാത്രവുമല്ല, ധാരാളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ, TV ചാനലുകളിലൂടെ എല്ലാം ഈ വാർത്തയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. ഹിന്ദി മേഖലയിലും വ്യാപകമായ പ്രചാരമാണ് ഈ വാർത്തയ്ക്ക് ലഭിച്ചത്. ഇനി നമുക്ക് ഈ വാർത്ത എന്താണ്, ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് എന്താണ്, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അനന്തര നടപടികൾ ഗവൺമെന്റ് എന്താണ് സ്വീകരിച്ചത്, ക്രൈസ്തവ സമൂഹത്തിന് ഇതിനോടുള്ള പ്രതികരണം എന്താണ്, ഈ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 2025 ജനുവരി 8 കുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ ഹിന്ദു മത പാർലമെന്റ് നടന്ന കാര്യം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹിന്ദുമത പാർലമെന്റുമായി ബന്ധപ്പെട്ട് അവിടെ സ്വാമി ശങ്കരാചാര്യ അഭിമുക്തേശ്വരാനന്ദ് എന്ന വ്യക്തി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഗോമാതാവിനെ കൊല്ലുന്നവരെ ഇല്ലാതാക്കുവാൻ വേണ്ടി 1000 പേരടങ്ങുന്ന ഒരു സേന രൂപീകരിക്കണമെന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. ഇതുകൂടെ പരാമർശിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗോസംരക്ഷകനുമായ ആദേശ് സോണിയുടെ പേരിൽ വീഡിയോ പുറത്തിറങ്ങുന്നത്.
ഈ വീഡിയോയിൽ ആദേശ് സോണിയുടേതായി നമ്മൾ കേൾക്കുന്ന സംഭാഷണത്തിൽ അതിക്രൂരമായ നിലയിൽ ആ പ്രദേശത്തെ ഈ 3 ഗ്രാമങ്ങളിലെ ജനങ്ങളെ, ക്രൈസ്തവരെ കൊന്നുകളയണമെന്നും അവരുടെ സ്ത്രീകളെ അപമാനിക്കണമെന്നും ബലാത്സംഗം ചെയ്യണമെന്നുമാണ് ആഹ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടി 5000 പേരടങ്ങുന്ന ഒരു സേന മാർച്ച് 1 ഒരു മോർച്ചയായി അവിടേക്ക് ചെല്ലണമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ഭീതിയാണ് ആ മേഖലയിൽ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് BJP ആണ് ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ചില വർഷങ്ങളായി തന്നെ നിരന്തരമായി ക്രൈസ്തവർക്കെതിരെ ഛത്തീസ്ഗഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, വലിയ പീഡനങ്ങളിലൂടെ ആ ദേശത്തെ ജനങ്ങൾ കടന്നുപോവുകയാണ്. മതപരിവർത്തന വ്യാജ ആരോപണങ്ങളുടെ പേരിലും മറ്റ് പല നിലകളിലും അവിടെ ജനങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. സ്വാഭാവികമായും ഒരു വലിയ ഇൻഫ്ലുവൻസറുടെ, ധാരാളം അനുയായികളുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോൾ അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് വലിയ ഭീതിയോടുകൂടിയായിരുന്നു. ഇനി ഈ വീഡിയോയോടെ ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നോക്കാം. വീഡിയോ വ്യാപകമായി പ്രചരിക്കപ്പെട്ടപ്പോൾ ഇത് കണ്ട ക്രൈസ്തവർ വല്ലാതെ ഭയപ്പെട്ടു പോകുകയും ഇതിനെതിരെ ഗവൺമെന്റ് ശക്തമായി നടപടിയെടുക്കണം, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനർത്ഥമാണ്, ഇന്ത്യക്ക് തന്നെ നാണക്കേടാകുന്ന ഒരു സംഭവമായിരിക്കും, അതുകൊണ്ട് ഗവൺമെന്റ് സത്വരമായ നടപടികൾ ഈ കാര്യത്തിൽ എടുക്കണം എന്നുള്ളതായിരുന്നു ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വെച്ച ആശയം. നാഗാലാൻഡിലെ പ്രമുഖ സഭാ പ്രസ്ഥാനമായ ബാപ്റ്റിസ്റ്റ് സഭയുടെ കൗൺസിൽ കൂടുകയും അവർ ഒരു ദീർഘമായ കത്ത് ഇത് സംബന്ധിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായിക്ക് എഴുതുകയും ചെയ്തു. NBCCയുടെ ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ സെൽഹൌ കീഹോ എഴുതിയ കത്തിൽ അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ഈ വീഡിയോയെ പരാമർശിക്കുകയും ഇതിനെതിരെ ഗവൺമെന്റ് നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം എഴുതിയ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ ഗ്രാമങ്ങൾ എവിടെയാണെന്നോ അവിടെ പാർക്കുന്ന ജനങ്ങളെയോ ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയില്ല, എന്നാലും ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നു. അത്രമാത്രം ഭീതിയോടെയാണ് ഞങ്ങൾ ആ വിദ്വേഷ പ്രസംഗം ശ്രവിച്ചത്. ആ വാക്കുകൾ ഉരുവിട്ട വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാനുഷിക വികാരമോ വിവേകമോ ഉണ്ടെന്ന് കരുതാനാവില്ല. മനുഷ്യരോട്, പ്രത്യേകിച്ച് അമ്മമാരോടും കുട്ടികളോടും പോലുമുള്ള വെറുപ്പും വിദ്വേഷവും അയാളെ മൂടിയിരിക്കുന്നു. മതത്തിന്റെ പേരിൽ സഹജീവികളെ വെറുക്കുവാനുള്ള ഈ മനോഭാവം അപകടകരമാണ്. നാം മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്ന മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യമാണെന്നും നമ്മുടെ നേതാക്കൾ നിരന്തരം പറയാറുണ്ടല്ലോ. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ലോകത്തിന്റെ മുന്നിൽ ഭാരതം വീണ്ടും തലകുനിക്കുവാൻ കാരണമാകും. ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ ഈ വ്യക്തി അങ്ങയെയും അങ്ങയുടെ കീഴിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുടെയും പിന്തുണ തന്റെ പ്രവർത്തകർക്ക് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. ആ അവകാശവാദം ശരിയാണെങ്കിൽ നിങ്ങളുടെ മനോഹരമായ സംസ്ഥാനത്തിന്റെ ഭരണകർത്താവ് എന്ന നിലയിൽ താങ്കൾ തെറ്റായ പക്ഷത്താണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നതിൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അങ്ങേക്ക് ആ ഗ്രാമങ്ങളിലെ ജനങ്ങളെ അറിയില്ലായിരിക്കാം, എങ്കിലും അവർ നിങ്ങളുടെ പൗരന്മാരാണ്. താങ്കൾ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാകൂ. അവിടെയുള്ള എല്ലാ മതവിശ്വാസികൾക്കും ഭയമില്ലാതെ ജീവിക്കുവാൻ താങ്കളാണ് ആത്മവിശ്വാസം നൽകേണ്ടത്. സാഹചര്യങ്ങളെ ശാന്തമാക്കുവാൻ അങ്ങ് അടിയന്തരമായി ഇടപെടണം, ഡോക്ടർ കീഹോ തന്റെ കത്തിൽ വ്യക്തമാക്കി. പ്രമുഖ ക്രൈസ്തവ സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ വിശാൽ മംഗൽവാടിയും ഇതിനെതിരെ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതി. പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം ഓർപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗോ സംരക്ഷകരാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൊലപ്പെടുത്തിയത്. അവരും ഗോ സംരക്ഷകരാണെന്ന് അവകാശപ്പെട്ട ഈ നിലയിലുള്ള ഒരു പ്രചരണത്തിലൂടെ മോബിനെ കൂട്ടി വരുത്തുകയായിരുന്നു എന്നാണ് വിശാൽ മംഗൽവാടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ പ്രചരിക്കുമ്പോൾ അത് ജനങ്ങളിൽ വലിയ നിലയിൽ സ്വാധീനം ചെലുത്തുകയും ജനങ്ങൾ കൂട്ടമായി ഈ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തേക്കാം എന്ന ഭയമാണ് വിശാൽ മംഗൽവാടിയെ പോലെയുള്ളവർ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇനി പോലീസ് ഈ കാര്യത്തിൽ എന്ത് നടപടി കൈക്കൊണ്ടു എന്ന് നമുക്ക് നോക്കാം. പല മേഖലകളിൽ നിന്നുള്ള പരാതിയെ തുടർന്ന് പോലീസ് അടിയന്തരമായ ഒരു സമ്മേളനം അവിടെ വിളിച്ചുകൂട്ടി ക്രൈസ്തവ നേതാക്കളുമായും ജനപ്രതിനിധികളുമായും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. റായ്പൂരിലെ DIGയുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം നടന്നത്. അത് സംബന്ധിച്ച് നവഭാരതി എന്ന പത്രത്തിൽ വന്ന വാർത്തയുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ആ വാർത്ത ഏകദേശം ഇപ്രകാരമാണ്. റായ്പൂർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, സീനിയർ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ലാൽ ഉമൈത് സിംഗ്
സീനിയർ പോലീസ് സൂപ്രണ്ട് ബലോദ് ബസാർ വിജയ് അഗർവാൾ എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ ലൈൻസ് റായ്പൂരിലെ ക്രിസ്ത്യൻ സഭാ നേതാക്കളുമായും ജനപ്രതിനിധികളുമായി സമാധാന സമിതി യോഗം ചേർന്നു. വിശ്രാംപൂർ, ഗണേഷ്പൂർ, ജനക്പൂർ ഗ്രാമങ്ങളിലും ചുറ്റുമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സാമൂഹിക സൗഹാർദ്ദവും സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ വിശദമായ ചർച്ച നടന്നു. ഈ ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പോസ്റ്റ് അടുത്തിടെ പ്രചരിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തുവെന്ന് റായ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. ഈ പോസ്റ്റ് വ്യാജമായിരിക്കാം, പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ച യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല. പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വസ്തുതകളും അതിനുശേഷം വ്യക്തമാക്കും. സാമൂഹിക സൗഹാർദ്ദം നിലനിർത്താനും പരസ്പര ഭിന്നതകൾ പരിഹരിക്കാനും സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോകുവാനും എല്ലാവരുടെയും സഹകരണം ഭരണകൂടം അഭ്യർത്ഥിച്ചു. സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഉചിതമായ നടപടികൾ ഉറപ്പാക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകി. ഇതാണ് വാർത്ത. അതോടൊപ്പം ഒരു ചെറിയ ഭാഗം കൂടെയുണ്ട്. അതാണ് നമ്മെ സംശയത്തിന്റെ മുനയിലേക്ക് എത്തിക്കുന്നത്. വാർത്ത തുടരുന്നത് ഇപ്രകാരമാണ്: മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളും. ഗ്രാമവാസികളുടെ സഹകരണത്തോടെ മൃഗങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരതയ്ക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചതായി മുതിർന്ന പോലീസ് സൂപ്രണ്ട് ബലോദ് ബസാർ വിജയ് അഗർവാൾ യോഗത്തിൽ പറഞ്ഞു. മൃഗങ്ങളോടുള്ള ക്രൂരത നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും സാമൂഹ്യ തലത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലൂടെ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്നതിൽ സജീവ പങ്കു വഹിക്കണമെന്നും ജനപ്രതിനിധികളോട് പോലീസ് അഭ്യർത്ഥിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേഖലയിലെ ക്രൈസ്തവർ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ബീഫ് കഴിക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള ശക്തമായൊരു നീക്കം ആ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വാർത്തയിൽ പോലീസ് മൃഗങ്ങളോടുള്ള ക്രൂരതയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഗോവധം എന്ന പേര് അവിടെ ഉപയോഗിക്കുന്നില്ലെങ്കിലും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെന്ന് വരികൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഈ വീഡിയോ സംബന്ധിച്ച് ആദേശ് സോണി എന്തു പറയുന്നു എന്ന് നോക്കാം. ആദേശ് സോണി ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്നല്ല, പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ കേരളത്തിലെ പ്രമുഖമായ ഒരു ക്രൈസ്തവ സംഘടനയായ കാസ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാസയുടെ ആളുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം തയ്യാറാക്കി നൽകിയ വീഡിയോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ വീഡിയോയിൽ ആദേശ് സോണി തനിക്ക് ഈ പ്രചരിച്ചിരിക്കുന്ന വിവാദ വീഡിയോയുമായി ബന്ധമില്ലെന്നും താൻ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെ വളരെ വികാരസാന്ദ്രമായി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ താൻ ഒരു ഗോ സംരക്ഷകനാണെന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. സ്വാഭാവികമായും നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതിന്റെ ഒരു ഫാക്ട് ചെക്ക് നടത്തിയ മാതൃഭൂമിയുടെ ലേഖിക ഷിബ്ന വാസുദേവിന്റെ ഒരു പോസ്റ്റ് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: തെലങ്കാനയിൽ നടന്ന ഒരു ബജ്രംഗ് ദൾ സമ്മേളനത്തിൽ പ്രതിജ്ഞ എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ആദേശ് സോണിയുടെ സംസാരവും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് ഇപ്പോൾ 2025 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ലെന്നും ഇതിന്റെ ചില ഭാഗങ്ങൾ 2024 തന്നെ ലഭ്യമാണെന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആദേശ് സോണി ഇങ്ങനെ ഒരു ആഹ്വാനം നൽകുകയോ അങ്ങനെ ഒരു സംഭവം മാർച്ച് 1 ഒരു മോർച്ച അവിടേക്ക് പോവുകയോ ആ 3 ഗ്രാമങ്ങളെ ആക്രമിക്കുകയോ ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വ്യാപകമായ നിലയിൽ ഇങ്ങനെ ഒരു വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചതിന്റെ പുറകിൽ വളരെ ആസൂത്രിതമായ തന്ത്രങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്തേണ്ടത് ഏത് മേഖലയിൽ നിന്നാണ് ഇത് പുറത്തു വന്നിരിക്കുന്നതെന്നും എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ളതും കണ്ടെത്തേണ്ടത് ഗവൺമെന്റ് സംവിധാനങ്ങളാണ്. ഇത്രയും നാളുകളായിട്ടും ഈ മാർച്ച് 1 അടുത്ത ദിവസങ്ങളിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഇതൊരു ഫേക്ക് വീഡിയോ ആണ് എന്ന പേരിലെങ്കിലും ആദേശ് സോണിയുടെ ഭാഗത്തു നിന്നും ഒരു
പ്രസ്താവന പുറത്തു വന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ജനങ്ങളെ വല്ലാതെ പ്രകോപിതരാക്കും. പ്രത്യേകിച്ച് ഗോ സംരക്ഷകരായിട്ടുള്ള പശുവിനെ ദൈവമായി കരുതുന്ന ഗ്രാമീണരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു വീഡിയോ അവരിൽ സൃഷ്ടിക്കുന്ന ഒരു വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥയുണ്ട്. അത് അവരെ ഏത് നിലയിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ല. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ പ്രകോപിതരാക്കി മുന്നോട്ട് വിട്ട് അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഈ വീഡിയോയ്ക്കും അങ്ങനെ ഒരു പരിണതി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഛത്തീസ്ഗഡിലെ ഈ പറഞ്ഞ 3 ഗ്രാമങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. മാർച്ച് 1 പ്രകോപിതരായ ഒരു ജനങ്ങളും അവിടേക്ക് മാർച്ച് ചെയ്യുവാൻ ഇടയാകരുത്. അവിടേക്ക് ആരും അക്രമങ്ങളുമായി എത്തുവാൻ ഇടയാകരുത്. ഗവൺമെന്റ് സംവിധാനങ്ങളും പോലീസും കാര്യക്ഷമതയോടെ ഈ കാര്യത്തിൽ ഇടപെടുകയും ആ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, അവരുടെ ഭീതി അകറ്റുവാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.